എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഒരു കുർത്തിയുടെ വീഡിയോ ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. കുർത്തിയുടെ കട്ടിങ് വീഡിയോ ആണ്. അപ്പോൾ ഈ കുർത്തിയുടെ പ്രത്യേകത, ഇതിൻ്റെ രണ്ട് പ്രത്യേകതയുണ്ട്. ഒന്ന്, ഇതിൻ്റെ സ്ലീവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ഇതിൻ്റെ നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് നെക്ക് നമുക്ക് ഡെപ്ത് കൂടുതലും ബാക്ക് നെക്ക് ഡെപ്ത് കുറവാണ്. പക്ഷേ ഇതിൻ്റെ കട്ടിങ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. മനസ്സിലാവുകയാണെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഇതിൻ്റെ കട്ടിങ്. അപ്പോൾ ഈ കട്ടിങ് നിങ്ങൾക്ക് പഠിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഈസി. കാരണം ഏതൊരു മോഡൽ ടോപ്പ് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒറ്റ കട്ടിങ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ ഷോൾഡർ അഡ്ജസ്റ്റ്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. പക്ഷേ ആ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ, കറക്റ്റ് ആവുള്ളൂ. മനസ്സിലാവാത്തത്തോളം ഇത് മനസ്സിലാവില്ല. ഓക്കെ, അതാണ് ഈ കട്ടിങ്ങിൻ്റെ പ്രത്യേകത. ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൽ ആം ഹോൾ ഡാർട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പീസിൽ ആം ഹോൾ ഡാർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ അപ്പർ ചെസ്റ്റ് 38ഉം ബസ്റ്റ് ലൈൻ 39ഉമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്ത് മാർക്കിങ്ങുകൾ നിങ്ങൾ ജസ്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് ചെയ്യണത് എന്ന്. അപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗവും ആം ഹോളിൻ്റെ ഭാഗവും ഒക്കെ കഴിഞ്ഞു. കാരണം നമ്മൾ ഇതിൽ നോക്കുക, നമ്മൾ ഇതിൽ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആം ഹോള് ഏറ്റവും ആദ്യം സെറ്റാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മളിതിൻ്റെ ബാക്കി ഭാഗങ്ങൾ സെറ്റാക്കുന്നത്. പക്ഷേ ആം ഹോളിൻ്റെ ഒരു കാൽക്കുലേഷൻസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്കിത് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. ആം ഹോൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ആം ഹോൾ കറക്റ്റ് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഈസിയാണ്. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഓടി വന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുമെന്ന് ഞാൻ പറയില്ല കേട്ടോ. കാരണം ഇതിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡ്രൈവിംഗ് പഠിച്ച പോലെയാണ്. ഡ്രൈവിംഗ് നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഫ്രണ്ട് ആം ഹോൾ ഡാർട്ട് അടക്കം കൊടുത്ത് നമ്മൾ ഇതിൻ്റെ കട്ടിങ് ചെയ്ത് തീർത്തു. ഇനി ഇതിൻ്റെ സ്ലീവാണ് ചെയ്യുന്നത്. സ്ലീവ് നമ്മൾ ചെറുതായിട്ടൊരു ക്രോസ് പീസ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ ചൂരി ടൈപ്പാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. ചൂരി ടൈപ്പ് സ്ലീവ് വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ക്രോസ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ടല്ല, അത്യാവശ്യം നല്ല ഒരു ക്രോസാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലെഫ്റ്റ് റൈറ്റ് നമ്മൾ പ്രത്യേകം കട്ട് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്ത് അവസാനിപ്പിക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട് കലൂര്. അതല്ല എങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് ആപ്പ് ത്രൂ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇമോഡ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ആപ്പ് ഉണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഓൺലൈനിൽ പഠിക്കാം. പക്ഷേ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക ഓഫ്ലൈനിൽ പഠിക്കാനാണ്. കാരണം ഇതൊക്കെ നന്നായിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ ഓഫ്ലൈനിൽ പോയിട്ട് നമ്മൾ കൃത്യമായി പഠിച്ചാൽ തന്നെയാണ് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഓൺ ദി സ്പോട്ട് നമുക്ക് ഡൗട്ടുകളൊക്കെ ക്ലിയർ ആവും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ജസ്റ്റ് ഇതിൽ വാട്സപ്പിൽ കാണുന്ന വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആവശ്യക്കാർ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.